അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പി കാച്ചാതെ ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പാലപ്പമാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കണം. പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു 4 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ തന്നെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് ആ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പച്ചരിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് തന്നെ പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കറക്റ്റ് നമുക്ക് ഇത്രയും പച്ചരിക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. നമ്മൾ പച്ചരി അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ മാവിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ മാവ് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് പുളിക്കുമ്പോൾ കുറച്ചും കൂടെ മാവ് പൊങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. കൂടാതെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ചോറ് നമ്മൾ എടുക്കുമ്പോൾ മട്ടയരിയുടെ ചോറോ ചാക്കരിയുടെ ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാമെന്നാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചാക്കരി ചോറാണ് കേട്ടോ. ചാക്കരി ചോറാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു കളർ പാലപ്പത്തിന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ചോറാണോ അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവ രണ്ടും കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. നമ്മൾ പച്ചരി അരച്ചെടുത്ത ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ചോറും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ചോറും തേങ്ങയും ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് 1 ടീസ്പൂൺ വെള്ളം കൂടെ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചരിയും തേങ്ങയും ഈ ചോറും എല്ലാം അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ കപ്പിയോ ഒന്നും കാച്ചുന്നില്ല. മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങാവെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ ഫുള്ള് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാവെള്ളം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തേങ്ങാവെള്ളം ചെറിയതായിട്ടൊന്ന് പുളിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പഞ്ചസാര അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങാവെള്ളം എടുത്തൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ തേങ്ങാവെള്ളം ഉപയോഗിച്ച് നമുക്ക് മാവ് പുളിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങാവെള്ളം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാവെള്ളം ഞാനൊരു 10-12 മണിക്കൂർ നേരത്തേക്കൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു 12 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാവെള്ളം ആണെങ്കിലും നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ആ ഒരു ഈസ്റ്റിൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. പുളിപ്പിച്ചെടുത്ത ഈ തേങ്ങാവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കറക്റ്റ് 1/2 കപ്പ് തേങ്ങാവെള്ളം ഉണ്ട് കേട്ടോ. 1.5 കപ്പ് പച്ചരിക്കാണ് ഞാൻ 1/2 കപ്പ് തേങ്ങാവെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങളപ്പോൾ പച്ചരിയുടെ അളവ് കൂട്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന തേങ്ങാവെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിയിട്ട് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അരിയൊക്കെ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ തേങ്ങാവെള്ളം ഒന്ന് പുളിപ്പിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മാവ് പുളിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പാലപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ പാലപ്പം കിട്ടും കേട്ടോ. ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ മാവ് ഈ ഒരു കട്ടിക്ക് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 8 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മാവ് നല്ല പോലെ തന്നെ ഒന്ന് പൊങ്ങിയിട്ട് വരും. 8 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇതൊരു 8 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്താൽ മതി. തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ പാലപ്പച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തീയെ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങെടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇതുപോലെ അല്ലാതെ കുറച്ചും കൂടെ സൈഡൊക്കെ മൊരിച്ചിട്ട് വേണമെങ്കിലും എടുക്കാമെന്നാണ് കേട്ടോ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാലപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പാലപ്പം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തേങ്ങാവെള്ളം ചേർത്തിട്ട് നിങ്ങൾ പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. അതുപോലെ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.